നിയമം പാലിക്കേണ്ടവർ തന്നെ നിയമം ലംഘിക്കുന്നതായി പരാതി. മോട്ടോർ വാഹന വകുപ്പിന്റെ ഇന്റർസെപ്റ്റർ വാഹനത്തിന് ഇൻഷുറൻസും ടാക്സും ഇല്ലെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പിഴ ചുമത്തിയ യുവാവിന്റെ ആരോപണം. പെട്ടെന്നൊരു വണ്ടി വന്ന് വിലം കിട്ടു, സൈഡാക്കാൻ പറഞ്ഞപ്പോൾ സൈഡാക്കി. ലൈസൻസ് ഉണ്ടോ ചോദിച്ചു. ആ ലൈസൻസ് ഉണ്ട്, അതിന് കാണിട്ട് കാണും. അങ്ങനെ ലൈസൻസും കാണിച്ചു കൊടുത്തു. അതിൽ പിന്നെ ഒരു വണ്ടി നമ്പറും ഒക്കെ നോട്ട് ചെയ്ത് ഇൻഷുറൻസ് ഇല്ലായിരുന്നു. അതിന് ഒരു ഫൈൻ ഇട്ടു. ഫൈൻ എത്ര ചോദിച്ചപ്പോൾ 3000 റുപ്യാണ് പറഞ്ഞു. ബസ് ഡ്രൈവറായ ചുങ്കത്തറ സ്വദേശി സനൂപിനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പിടി വീണത്. ജോലി കഴിഞ്ഞ് ബൈക്കിൽ രാത്രി ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ബൈക്ക് തടഞ്ഞ് രേഖകൾ ആവശ്യപ്പെട്ട് പരിശോധന നടത്തുകയായിരുന്നു. ബുധനാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞതായി കണ്ടെത്തിയതോടെ ഫൈൻ ഈടാക്കി. ജോലിയൊക്കെ കഴിഞ്ഞുകൊണ്ട് പോകുമ്പോൾ വേക്കുന്നൊരു വണ്ടി ഫ്രണ്ടിൽ നിന്നൊരു ബലം കിട്ടും. അപ്പോൾ പോകുമ്പോൾ ആർ ടി വണ്ടിയേന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവേന്. ഞങ്ങളോട് പേപ്പർ എടുക്കുകയായിരുന്നു. പിന്നെ ലൈസൻസും ചോദിച്ചു. ലൈസൻസും കൊടുത്തു. വണ്ടി നമ്പറും ഒക്കെ നോട്ട് ചെയ്ത് സ്കാൻ ചെയ്ത് അതിലാണ് പോലെ ഇൻഷുറൻസ് ഇല്ലായിരുന്നു. ഇൻഷുറൻസ് തെറ്റിയത് നമുക്ക് അറിയില്ലായിരുന്നു. അതിന് പോലെ ഫൈൻ ഇട്ടു. ഫൈൻ എത്ര ചോദിച്ചപ്പോൾ 3000 റുപ്യാണ് പറഞ്ഞു. ഞങ്ങൾ RTOൻ്റെ സൈറ്റിൽ പോയിട്ട് ഓല ഇത് നോക്കി. ഇൻഷുറും ഇല്ല, ടാക്സും ഇല്ല. വീഡിയോ എടുത്ത് അതിലോലോട് പറഞ്ഞപ്പോൾ ഓല് നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോളി അങ്ങനെ തർക്കുത്തരം പറഞ്ഞു. ഓല് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഞങ്ങളോട് ഭീഷണിപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ഓല് പിന്നെ വീഡിയോ എടുത്ത് ഇതായി കണ്ടപ്പോൾ ഓല് എളുപ്പം ഡോറടിച്ച് അങ്ങനെ പോയി. അപ്പോൾ തന്നെ സനൂപ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക ആപ്ലിക്കേഷൻ വഴി ഇന്റർസെപ്റ്റർ വാഹനത്തിന്റെ വിവരങ്ങൾ പരിശോധിച്ചപ്പോൾ അവരുടെ വാഹനത്തിനും ഇൻഷുറൻസും ടാക്സും ഇല്ലെന്ന് കണ്ടെത്തി. ഇക്കാര്യം ചോദിച്ചപ്പോൾ ഉദ്യോഗസ്ഥരുടെ പ്രതികരണം ധിക്കാരപരമായതായിരുന്നു. സംഭവം സനൂപ് മൊബൈൽ ഫോണിൽ പകർത്തി. ഞാൻ കൊടുത്തോളാം. അല്ല, ഞമ്മക്ക് ഇൻഷുറൻസ് ഇല്ല. നല്ല പണി ഞാൻ തരാട്ടോ. ഈ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല കേട്ടോ. നേരെ കണ്ടോളി. സംഭവത്തിൽ എടക്കര പോലീസിലും RTA കമ്മീഷണർക്കും സനൂപ് പരാതി നൽകി. വാഹനം വ്യക്തിയുടെ ആയാലും സർക്കാരിന്റെ ആയാലും രേഖകൾ വേണമെന്നാണ് വ്യവസ്ഥ. ജനങ്ങൾ നിയമം പാലിക്കുമ്പോൾ അതേ ഉത്തരവാദിത്തം വകുപ്പിനും വേണമെന്നാണ് സനൂപിന്റെ വാദം. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.